ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഹഗ്ഗായി ചാപ്റ്റർ 2 വേഴ്സ് 7. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. പ്രവചന പഠിതാക്കൾ ഈ വാക്യത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവുമായിട്ടാണ് ബന്ധപ്പെടുത്തി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറ്. സകല ജാതികളുടെയും മനോഹര വസ്തു. പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ഇന്നലെ കണ്ടു. സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവ്, ആ കർത്താവിന്റെ മടങ്ങിവരവിനെ നാം പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചില പാഠങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. അതിന് ദൈവം നമുക്ക് വീണ്ടും ഈ 6-ാമത്തെ പകൽ, ഈ ആഴ്ചയിലെ 3-ാമത്തെ ദിവസം അനുവാദം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷയായിരിക്കുന്ന പ്രിയ ജസിമാമയ്ക്കും ശേഷം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്തൃദാസീദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ അഭിവാദനങ്ങളെ അർപ്പിച്ചുകൊണ്ട് തിരുവചന പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും, അതിൽ ക്രിസ്തുയേശു ദൈവസഭയ്ക്ക് വേണ്ടി മേഘങ്ങളിൽ പ്രത്യക്ഷനായ അനന്തരം ദൈവസഭയെ അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കൂടാരത്തിൽ ചേർത്തതിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുവാൻ ഇടയുള്ളതായ വസ്തുതകളെ നമ്മൾ ക്രമാനുഗതമായിട്ട് പഠിച്ചു വരുന്നു. അതിൽ 15-ാമത് സംഭവമായി നാം ഇന്നലെ പഠിച്ചത് യേശുക്രിസ്തു മഹത്വത്തോടെ, തേജസ്സോടെ, ക്രോധത്തോടെ തൻ്റെ സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വിഷയമാണ്. നാം അതിൽ കണ്ടു, രാജാധിരാജാവും കർത്താധികർത്താവുമായി, ലോകത്തിന്റെ ന്യായാധിപനായി യേശുക്രിസ്തു തൻ്റെ തേജസ്സിൽ അഗ്നിജ്വാലയിൽ വിശുദ്ധന്മാരുമൊത്ത് പ്രത്യക്ഷനാവുകയാണ്. നാമും അവനോടുകൂടെ അന്ന് തേജസ്സിൽ വെളിപ്പെടും എന്ന വസ്തുതയാണ് നാം ഇന്നലെ കണ്ട് അവസാനിപ്പിച്ചത്. അത് സകല ജാതികളുടെയും സകല സൃഷ്ടിയുടെയും പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ ഈ തേജസ്സിലെ വെളിപ്പാട്. സ്തോത്രം. നാം അത് ഇന്നലെ പല ഭാഗങ്ങളിൽ നിന്നും കാണുകയുണ്ടായി. തീത്തോസിന്റെ ലേഖനം, പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ടൈറ്റസ് 2:13. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. 13-ാമത്തെ വാക്യമാണോ അത്? അതുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സ്തോത്രം. അവിടെ മലയാളത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യമാണ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സ്തോത്രം.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കർത്താവായ യേശുക്രിസ്തു മേഘങ്ങളിൽ വരുന്നതും തേജസ്സിൽ തന്നെയാണ് കേട്ടോ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ തേജസ്സിലായിരുന്നു. കൂടാതെ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം യേശുക്രിസ്തുവിന്റെ തേജസ്കരണ പ്രക്രിയ പൂർത്തിയായതായിട്ടാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയും തേജസ്സിൽ തന്നെയാണ്. എന്നാൽ അതിൽ കൂടുതലായി നാം രണ്ടാം വരവ് എന്നതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് യേശുക്രിസ്തു തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് പിന്നെയും ഇറങ്ങി വരുന്ന ചിത്രമാണ്. ആ തേജസ് ഈ ലോക മനുഷ്യർക്ക് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആ തേജസ്സിന്റെ പ്രത്യക്ഷത. സ്തോത്രം. നാമും നമ്മുടെ കർത്താവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് നാം ഇന്നലെ കാണുകയുണ്ടായി. സ്തോത്രം. ആ ഭാഗം ഞാൻ അവിടെ നിർത്തിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. സ്തോത്രം. 16ാമത്തെ ഭാവി സംഭവം, 16th future event is the universal collection of Israel. A universal collection of Israel. That is the final restoration of the Jewish community. The final restoration of the Jewish community. ഇസ്രായേൽ ജനത്തിന്റെ സാർവത്രികമായ യഥാസ്ഥാപനമാണ് 16ാമത്തെ സംഭവം. അതായത് യേശുക്രിസ്തു തേജസ്സിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നനന്തരം കർത്താവ് ചെയ്യുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പല ഗുഹകളിൽ, ഗഹ്വരങ്ങളിൽ, കാടുകളിൽ, വനമേഖലകളിൽ ഒക്കെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി ഒളിച്ചിരിക്കുന്ന ഇസ്രായേലിലെ ഓരോ പൗരനെയും കർത്താവ് യെരുശലേമിലേക്ക് മടക്കി വരുത്തുന്നു. അതാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്ന ഇസ്രായേലിന്റെ ആത്യന്തികമായ, അന്തിമമായ ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ. സ്തോത്രം. നമുക്കറിയാം, ദാനിയേലിന്റെ ഒക്കെ കാലത്ത് ഏതാണ്ട് BC 606, അത് റൗണ്ട് ഫിഗർ ചെയ്ത് ഞാൻ 600 എന്നാക്കും. BC 600 യഹൂദന്മാർ ബാബിലോണിലേക്കും അതിനു മുമ്പ് BC 722 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ അശ്ശൂരിലേക്കും അടിമകളായിട്ട് പോയി. അവരെ പിന്നെയും സെരുബാബേലിന്റെയും എസ്രായുടെയും ഒക്കെ കാലത്ത് മടക്കിക്കൊണ്ടുവന്നു. പിന്നീട് യേശുക്രിസ്തുവിന്റെ മരണശേഷം AD 70 വലിയ യഹൂദ വിരുദ്ധ കലാപങ്ങൾ ഉണ്ടാവുകയും AD 135 യഹൂദന്മാർ പ്രാണരക്ഷാർത്ഥം ലോകത്തിന്റെ 4 കാറ്റുകളിലേക്കും, അതായത് 4 ദിശകളിലേക്കും ചിതറിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഓടി ജീവൻ രക്ഷിച്ച് നമ്മുടെ ഈ ഇന്ത്യയിലും എത്തിയത്, നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തിയത്, ഗോവ, ബോംബെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും എത്തിയത്, ലോകത്തിന്റെ അന്നുണ്ടായിരുന്ന എല്ലാ കോണ്ടിനെന്റ്സിലും വൻകരകളിലും അവരെത്തിയത്. ഏതാണ്ട് AD 130-135 ഇങ്ങനെ റോമൻ പീഡകളെ ഭയന്ന് ചിതറി ഓടിയ ഇസ്രായേലിന് രാഷ്ട്രം തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം ഉണ്ടാകുന്നത്
നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഇന്നത്തെ യഹൂദ രാഷ്ട്രം അവർക്ക് പിന്നെയും ലഭിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, കണക്ക് കൂട്ടാവുന്നവർ കൂട്ടിക്കൊള്ളൂ. ഏതാണ്ട് AD 135 മുതൽക്ക് 1948 വരെ സ്വന്തമായ ഒരു രാജ്യം, ഗവൺമെന്റ് ഒന്നുമില്ലാതെ ഈ ഏകദേശം 2000-ഓളം വർഷം, 1900 ചില്ലുവാനം വർഷങ്ങൾ ലോകത്ത് ഒന്നുമില്ലാത്തവരായി, ആരുമല്ലാത്തവരായി ചിതറിക്കിടന്ന ഇസ്രായേൽ ജനം 1948 മുതൽ മെയ് മാസം 14 മുതൽ അവർ വീണ്ടും സ്വതന്ത്രരായി സ്വന്തമായ രാജ്യത്തിലേക്ക് മടങ്ങി വന്നു തുടങ്ങി. ഇന്നും അവിടെവിടങ്ങളിൽ കിടക്കുന്ന യഹൂദന്മാരെ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം തന്നെ നേരിട്ട് ഇടപെട്ട് അവരെ മടക്കിക്കൊണ്ടുവരുന്നു. ലോകത്തിൽ വെച്ച് ഇതുവരെ ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള റെസ്റ്റോറേഷൻസിൽ അവരുടെ യഥാസ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ യഥാസ്ഥാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കർത്താവിന്റെ വരവിന് ലക്ഷണങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അവർ ഇനിയും ഒരിക്കൽ കൂടെ ചിതറിക്കപ്പെടും. ഇപ്പോൾ അവർ അവരുടെ രാഷ്ട്രത്തിലേക്ക് മടങ്ങി വന്നു. ഒരുപക്ഷെ നിങ്ങൾ ഒരു 2-3 ദിവസത്തിന് മുമ്പ് വാർത്ത കണ്ടു കാണും. ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിഷയം. ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ്. എനിക്ക് പേരുകളും സ്ഥലങ്ങളും ഒക്കെ ഓർത്തിരിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ പേര് ഓർക്കുന്നില്ല. ഈ ജൂനിയർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ടിയിരുന്നത് ഇസ്രായേലിലെ ഒരു പയ്യനുമായിട്ടാണ്. തൻ്റെ എതിരാളി ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നുള്ളവനായിരുന്നു. എന്നാൽ ഈ ഇസ്രായേൽ പൗരന്റെ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ആകട്ടോ, അപ്പം പ്രായം 10-14 വയസ്സ് കണ്ടേ ഉള്ളൂ. ഈ ഇസ്രായേൽ പൗരന്റെ എതിരാളിയായ ചെസ് കളിക്കാരൻ പയ്യൻ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി. ഞാൻ ആ വാർത്ത കണ്ടുകൊണ്ടൊന്ന് വായിച്ചു. 2 ദിവസം മുമ്പാ വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത്, പത്രക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്തു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറുന്നത്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് എന്നെ വളരെ അതിശയിപ്പിച്ചു. പറഞ്ഞത്, ഒരു സാങ്കല്പിക രാഷ്ട്രത്തിന്റെ പൗരത്വമുള്ള ഒരുത്തനുമായി മത്സരിക്കാൻ ഞാനില്ല. ഇസ്രായേലിനെ കുറിച്ച് ആ കൊച്ചു പയ്യൻ പറയുന്നത് ഇസ്രായേൽ ഒരു സാങ്കല്പിക രാഷ്ട്രമാണെന്നാണ്. ഓക്കെ മോളെ, ഈസ് ഇറ്റ് അബ്ദുൽ റഹീം ആൽ തലീബ് മുഹമ്മദ്. താങ്ക് യു മോളെ ഹന്ന. ഈ പയ്യനാണ് പിന്മാറിയത്. ഈ പയ്യന്റെ രാഷ്ട്ര നേതാക്കൾ അവനെ ഭയങ്കര ഒരു പാട്രിയോട്ടിക് ഹീറോ ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. നമുക്കതൊന്നുമല്ല വിഷയം. അവൻ പറഞ്ഞ കാര്യം, ഇസ്രായേലിനെ കുറിച്ച് ഇപ്പോഴും ഈ കൂട്ടർ എന്താ ചിന്തിക്കുന്നത്? ഇസ്രായേൽ ഒരു സാങ്കല്പിക രാഷ്ട്രമാണെന്ന്. അവരെ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ ജനസമൂഹം ഇന്നുമുണ്ട്. സ്തോത്രം, ഇന്നുമുണ്ട്. കണ്ടോ, പറഞ്ഞു വന്നതിന്റെ സാരം, ഇസ്രായേൽ ഇന്നും ലോകത്തിന്റെ പലരുടെയും കണ്ണിൽ ഒരു രാഷ്ട്രമല്ല. രാഷ്ട്രമായിട്ട് അവരെ അംഗീകരിക്കാൻ ഇന്നും പ്രയാസമുണ്ട്. ഓർത്തു നോക്കണേ, ഭൂപടത്തിൽ ഏതാണ്ട് 20 നൂറ്റാണ്ടോളം സ്ഥലമില്ലാതിരുന്ന, ഭൂപടത്തിൽ ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അവരാണ് ഈ
കഴിഞ്ഞ ഏതാണ്ട് 74ഓളം വർഷമായിട്ട് വീണ്ടും അവരുടെ സ്വന്തം രാജ്യത്ത് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും അവർക്ക് ഇതുവരെ ഉണ്ടായതിനേക്കാൾ വലിയ ഒരു ചിതറിപ്പോക്കുണ്ട്. ആ ചിതറിപ്പോക്ക് സംഭവിക്കുന്നത് ഈ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്താണ്. 2 പ്രധാന യുദ്ധങ്ങളാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കാനിരിക്കുന്നത്. അതൊന്നും പക്ഷെ നമ്മുടെ വലിയ കാര്യങ്ങളല്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ അധിക സമയം ചിലവഴിക്കുന്നില്ല. ആ യുദ്ധങ്ങളിൽ ഒന്നിൽ ഇസ്രായേൽ ജയിക്കുകയും മറ്റേത് പീഡനിമിത്തം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് അവർ ചിതറിക്കപ്പെടുകയും ചെയ്യും. 2 തരത്തിൽ അവർ ചിതറിക്കപ്പെടും. ഒന്ന്, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ദൈവം തന്നെ അവരെ മുദ്രയിട്ട് ഒരു ഗണത്തെ ദൈവിക സംരക്ഷണ മേഖലയിലേക്ക് മാറ്റും. മറ്റൊന്ന്, ഇവര് തന്നെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകും. So Israel, they were scattered in 722 BC and in 606 BC, while they were deported as exiles to Assyrians and Babylonians respectively. But they came back in 538 or 539 under the leadership of Zerubbabel, Ezra and Nehemiah and all. But again they were scattered by or in between AD 70 and 135. AD 135, after the crucifixion of Jesus, after the establishment of the Church of God. They were scattered again. And then they were collected by 1948, while they got freedom once again in 1948, May 14th. From then on, again, these people of Israel have been collected to their own land. Even they are doing the same today. If they know some Israelite citizen is residing somewhere in the globe, they are ready to bring him or them back on chartered planes. Still they are doing that. So almost we can say that Israel is recollected and they are restored to their own land now. But once again, during the time of Antichrist, they will be scattered, they will be dispersed, and they will be running from pillar to post to save their life. They will be hiding themselves. Sometimes other people also will hide them. But when Christ comes again in glory, Jesus Christ will recollect these scattered, dispersed Israelites from all the parts of the world a final time. That is the 16th thing that would take place. No more they will be again afraid, and no more will they be scattered and run away. മേലിൽ ഒരിക്കലും ചിതറിപ്പോകാത്തതുപോലെ ദൈവം നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയോടുകൂടെ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കലിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. പല ഭാഗങ്ങളുണ്ട്. സ്തോത്രം. യെശയ്യ 63-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചായിരുന്നു. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചു കൊണ്ടുവരുന്ന വസ്ത്രാലങ്കൃതനായ ഒരുവനെ കുറിച്ച് ഇന്നലെ നമ്മൾ വായിച്ച് അത് വിശദീകരിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ എഴുതുന്നവർക്ക് ആ ഭാഗവും കൂടെ ഇന്നത്തേതിനകത്തിൽ എഴുതാം. അങ്ങനെ ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ കർത്താവ് ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന ചിത്രമാണ് യെശയ്യാ പ്രവാചകൻ 63-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മറ്റൊന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. കൂടാതെ റോമാലേഖനം 11-ന്റെ 15-ാമത്തെ വാക്യം. റോമർ 11:15.
ആ വാക്യം ഒന്ന് വായിച്ചോളൂ, നമ്മൾ വായിക്കാഞ്ഞതുകൊണ്ട്. റോമൻസ് 11:15. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? സ്തോത്രം. അപ്പോൾ ദൈവം അവരെ പിന്നെയും അംഗീകരിക്കുന്നതിനെ കുറിച്ചാണ് നാം കാണുന്നത്. ഇന്നലെ 26-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയും ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. സ്തോത്രം. അവിടെയും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. ഇസ്രായേൽ ജനം ഇനിയും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. നോക്കണേ, 26-ാമത്തെയും 27-ാമത്തെയും വാക്യം കൂടെ വായിച്ചാട്ടെ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. സ്തോത്രം. യഹൂദന്റെ സമ്പൂർണമായ വിമോചനത്തിനായിട്ട് നമ്മുടെ കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷനായി ഭൂമിയിൽ വെളിപ്പെടുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 25-ാമത്തെ വാക്യത്തെക്കുറിച്ചും ഇന്നലെ സംശയം ചോദിച്ചിരുന്നു. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞാണ് ഞാൻ 25-ാം വാക്യം അതിന്റെ വിശദീകരണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് കണ്ടത്. അത് ഞാൻ നമ്മുടെ ഈ വിഷയത്തിനകത്ത് വരും. അതുകൊണ്ട് അത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അല്പം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നാം കാണുന്നത് വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാ. അന്ന് കർത്താവ് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. സ്തോത്രം. യാക്കോബിൽ നിന്ന്, അതായത് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവം അവരുടെ പാപം മാറ്റിക്കളയുന്നു. എന്താണ് ഇസ്രായേൽ ജനത്തിന്റെ പാപം എന്ന് പറയുന്നത്? Come on please. ഇസ്രായേലിന്റെ പാപം എന്താണ്? യെസ്, അബ്സല്യൂട്ട്ലി. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാപം ഇന്നത്തെ, പണ്ടത്തേത് വിഗ്രഹാരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേലിന്റെ പാപം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് ദ മെസ്സായ. ദൈവം അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി നൽകിയ മശിഹായെ മശിഹായായിട്ട് അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. They could not recognize the Messiah. വളരെ മനോഹരമാണ് യോഹന്നാന്റെ ഭാഷ. നമുക്ക് മനഃപാഠമായ ഒരു വാക്യമുണ്ട്. 1:12 യോഹന്നാന്റെ സുവിശേഷം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, അല്ലെങ്കിൽ ഏവർക്കും, അല്ലെങ്കിൽ യാതൊരുത്തനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. പക്ഷെ അതിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ ചിന്തിച്ചാൽ വളരെ മനോഹരമാണ്. എന്താണ് അതിന്റെ പശ്ചാത്തലം? 10-11 വാക്യങ്ങളാണ്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു ആരാണ്? 10-ന് മുൻപുള്ള വാക്യങ്ങളിൽ പറയുന്നത് ലോകത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ സ്രഷ്ടാവായ യേശു തൻ്റെ സൃഷ്ടിയായ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ സൃഷ്ടിയായ ലോകം സ്രഷ്ടാവായ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ. സ്തോത്രം. 11-ാമത്തെ വാക്യം. ശരി, സൃഷ്ടി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോകട്ടെ. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ സ്വന്തമായതിലേക്ക് വന്നു. ആരാണ് ഈ സ്വന്തം എന്ന് പറയുന്നത്? യഹൂദൻ. യെസ്, ഇസ്രായേൽ, യഹൂദൻ സ്വന്തമായതിലേക്ക് വന്നു. പക്ഷേ സ്വന്തമായവരോ കൈക്കൊണ്ടില്ല.
അവനെ കൈക്കൊണ്ടില്ല. കണ്ടോ, അവന്റെ സൃഷ്ടി അവനെ തിരിച്ചറിഞ്ഞില്ല, അവന്റെ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ദൈവം നമ്മിലേക്ക് തിരിഞ്ഞു. ഒരു ഓപ്പൺ കോൾ, an ഓപ്പൺ ഡിക്ലറേഷൻ, ഒരു തുറന്ന പ്രഖ്യാപനം ദൈവം നടത്തുകയാണ്. സ്വന്തമായവരോ അല്ലാത്തവരോ ആകട്ടെ, ആരെങ്കിലും സ്വന്തക്കാർ കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞ എൻ്റെ പുത്രനെ കൈക്കൊണ്ടാൽ, അവനിൽ വിശ്വസിച്ചാൽ, ഞാൻ അവർക്ക് എൻ്റെ മക്കളാകാൻ അധികാരം നൽകുന്നു. സ്തോത്രം, അധികാരം നൽകുന്നു. ചില മാതാപിതാക്കൾക്ക് സ്വത്തൊക്കെയുണ്ട്, മക്കൾ അവരെ നോക്കാറില്ല. അപ്പോഴെന്താ അവര് ചെയ്യാറുള്ളത്? അവരൊരു വില്ലെഴുതും, വിൽപത്രം എഴുതും. വിൽപത്രം എഴുതിയിട്ട് അതിൽ വെക്കുന്നത്, എന്നെ മരണം വരെ നന്നായി നോക്കുന്നവർക്ക്, മക്കളെന്നും മരുമക്കളെന്നും അയലത്തുകാരെന്നൊന്നുമില്ല, ഇത് അവകാശമായിട്ട് ലഭിക്കുമെന്ന്. മക്കൾ അവരെ നോക്കാതെ വരുമ്പോൾ മറ്റുള്ളവർക്ക് സ്വത്ത് കൊടുക്കുന്നത് പോലെ, സ്വന്തം അവകാശികളായ മക്കൾ അവരെ നോക്കാതെ വരുമ്പോൾ അവരുടെ സ്വത്തെല്ലാം മരണശേഷം ഏതെങ്കിലും ഓർഫണേജിനോ വൃദ്ധസദനത്തിനോ ഒക്കെ എഴുതി കൊടുക്കുന്നത് പോലെ, സ്വന്തമായവർ യേശുവിനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ, സ്വന്തമല്ലാതിരുന്ന, അന്യരായിരുന്ന, ശത്രുക്കളായിരുന്ന നമ്മിലേക്ക് ദൈവം തിരിഞ്ഞിട്ടൊരു പ്രഖ്യാപനം നടത്തി. ആരെങ്കിലും ഇവനെ കൈക്കൊണ്ടാൽ, ആരെങ്കിലും ഇവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ, എൻ്റെ മക്കളാകാൻ ഞാൻ അധികാരം നൽകുകയാണ്. അങ്ങനെയാണ് ഞാനും നിങ്ങളും ദൈവമക്കളായി മാറിയത്. സ്തോത്രം. അപ്പോൾ ഇസ്രായേലിന്റെ പാപം എന്താണ്? മശിഹായെ കൈക്കൊണ്ടില്ല, മശിഹായെ അവര് തിരസ്കരിച്ചു. The key sin of Israel today is their rejection of the Messiah, whom the Lord had sent for their final restoration, whom the Lord had sent for their final salvation and redemption. But they despised him, they rejected him, they rejected him. കൊലപാതകിയായവനെ അവര് സ്വീകരിച്ചിട്ട് നീതിമാനായവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിനെ പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടെത്തുവാൻ ഒരു ന്യായാധിപനും കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനല്ല എന്ന് ന്യായാധിപൻ 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ കർത്താവിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് ഇവൻ കുറ്റക്കാരനല്ല, ഇവനിൽ കുറ്റമൊന്നുമില്ല എന്ന് പീലാത്തോസിന് നല്ല ബോധ്യം വന്ന ശേഷം യേശുവിനെ യഹൂദന്മാരുടെ മുമ്പിൽ പിന്നെ വൺ മോർ ഫൈനൽ ടൈം ഒരിക്കൽ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, വാട്ട് ഷാൽ ഐ ഡു വിത്ത് ഹിം? ഞാൻ ഇവനെ എന്ത് ചെയ്യണം? That may be the last chance the Father gave the people of Israel to accept Jesus Christ as their Messiah and to be saved for final. അന്തിമമായി വീണ്ടെടുക്കപ്പെടാൻ ദൈവം അവർക്ക് കൊടുത്ത ഒരു അവസാനത്തെ അവസരമായിരുന്നു. ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവനെ ഞങ്ങൾക്ക് തന്നേക്കെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവൻ മശിഹയാണെന്ന് അവർ അംഗീകരിച്ചാൽ മതിയായിരുന്നു. പകരം അവർ അവനെ തള്ളിക്കളഞ്ഞു. ക്രൂശിക്ക, കൈസറല്ലാതെ ഞങ്ങൾക്ക് വേറൊരു രാജാവില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. അപ്പോഴും പിലാത്തോസ് പറയുന്നത്, ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചിട്ട് ആ ചാട്ടവാറുകൾ വെള്ളത്തിൽ മുക്കി അതിലെ മാംസത്തുണ്ടുകൾ കളഞ്ഞിട്ടാണ് യേശുവിനെ പിന്നെയും അടിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തമോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ രക്തം കലർന്ന വെള്ളമോ ഒക്കെ കണ്ടിട്ടാകാം അയാൾ ഒടുവിൽ പറഞ്ഞു, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല,
ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് അവൻ കൈ കഴുകി. അപ്പോൾ യഹൂദൻ അവന്റെ പാപം കുറച്ചുകൂടെ തലയിലേക്ക് വാരി വെച്ചു. എന്താ പറഞ്ഞത്? ശരി, നിനക്ക് പങ്ക് വേണ്ട, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ഞാന് അതിനിങ്ങനെയാണ് പറയുന്നത്, കഴിഞ്ഞ 2000 വർഷമായിട്ട് യേശുവിന്റെ രക്തത്തിന്റെ കടത്തിന്റെ ഗഡുക്കൾ ഒടുക്കിക്കൊണ്ടിരിക്കുക, ഇതുവരെ കൊടുത്തു തീർന്നില്ല അവര്. Even from the very time of Jesus' crucifixion, Jewish people, Israelites, are just paying the EMI, paying the installments of the debt of the blood of Jesus. They could not even pay off the interest, not even the capital amount or the interest. They are still paying and paying and paying. And God will declare a moratorium. That will be the 7 years tribulation period. ഈ 2000-ഓളം വർഷമായിട്ട് അവർ യേശുവിന്റെ രക്തത്തിന്റെ കടം ഒടുക്കിക്കൊണ്ടിരിക്കുക, ഗഡുക്കളായിട്ട്. എത്ര ലക്ഷം യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടത്. ഹിറ്റ്ലർ തന്നെ എത്ര പേരെയാണ് ഒരുമിച്ച് ഗ്യാസ് ചേംബറിലൊക്കെ ഇട്ട് കൊന്നൊടുക്കിയത്, പുഴുങ്ങിക്കൊന്നത്, വേവിച്ചു കൊന്നത് ഒക്കെ എത്ര ലക്ഷം പേരെയാ. എന്തായി സംഭവിച്ചതൊക്കെ? യേശുവിന്റെ രക്തത്തിന്റെ കടം അവരെ ഒടുക്കിക്കൊണ്ടിരിക്കുക ഗഡുക്കളായിട്ട്. ഇതുവരെ ആ പലിശ പോലും കൊടുത്തു തീർന്നില്ല, പിന്നല്ലേ മുതല് കൊടുക്കുന്നേ. മുതല് പോയിട്ട് പലിശ പോലും കൊടുത്തു തീർക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനിയിപ്പം ദൈവം എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ വായിച്ചതുപോലെ, റോമർ 11:27 വായിച്ചതുപോലെ, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ, ദൈവം ഇനിയും തന്റെ കരുണയിൽ അവരുടെ പാപങ്ങളെ നീക്കുകയുള്ളൂ ഗതി. അതിന് അവർക്ക് ഒരുമിച്ച് ഈ പാപത്തിന്റെ എല്ലാം കൂടെ ശിക്ഷ അങ്ങ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മഹാപീഡനം എന്ന് പറയുന്നത്. അതിനുശേഷം കർത്താവ് തന്റെ കരുണയിൽ അവരോടങ്ങ് ക്ഷമിക്കുകയാണ്. അതിന് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, കോലിൻ കീഴെ എന്നതുപോലെയും തീച്ചൂളയിൽ എന്നതുപോലെയും അവരെ കടത്തിവിട്ടാണ് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതെന്ന്. അങ്ങനെ കർത്താവ് അവരോട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. അപ്പോൾ അവരുടെ പാപങ്ങളെ പോക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അവർ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. അവരുടെ പാപം എന്താണ്? മശിഹായെ നിഷേധിച്ചതാണ്. എങ്കിൽ അവരുടെ മാനസാന്തരം എന്തായിരിക്കണം? യെസ്, യേശുവിനെ വാഗ്ദത്ത മശിഹയായിട്ട് തിരിച്ച് സ്വീകരിക്കുക. കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ? മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും മനസ്സിലാകാന്നുണ്ടെങ്കിൽ പറയണേ പ്ലീസ്. താങ്ക് യു. കാരണം സാധാരണ നമ്മുടെ പ്രസംഗങ്ങളിൽ കേൾക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അത്ര വലിയ കണക്ഷൻ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പാപം മശിഹായെ തിരസ്കരിച്ചു. റിജക്ഷൻ ഓഫ് മെസ്സായ. ജീസസ് വാസ് ദ മെസ്സായ, but Israel could not accept Jesus as the promised Messiah. So they rejected him, so they crucified him.
So they excommunicated and they executed him. But now God will forgive their sins. That means they have to repent. That means they have to receive Jesus as the promised Messiah. യേശുവിനെ വാഗ്ദത്ത മശിഹയായിട്ട് അവർ ഇസ്രായേലിലെ ഒന്നും രണ്ടും പേരല്ല, ഇസ്രായേൽ ഒരു ജാതി എന്നതുപോലെ, ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന പോലെ യേശുവിന്റെ മശിഹാത്വത്തെ അംഗീകരിക്കുന്നതാണ് അവരുടെ പാപം ക്ഷമിക്കുന്നത്. അതോടുകൂടെ അവരുടെ പാപം ക്ഷമിക്കും. സ്തോത്രം. അതിനാണ് ബൈബിൾ പുതിയ നിയമം ആവർത്തിച്ചു പറയുന്നത്, യേശുവിനെ വിശ്വസിക്കുമ്പോൾ യേശുവിനെ ആരാണെന്ന് വിശ്വസിക്കണം. പ്ലീസ് കമോൺ. യേശുവിനെ ആരാണെന്ന് നാം വിശ്വസിക്കേണ്ടത്? മശിഹയാണ് അഥവാ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കണം. അതിനാണ് യേശു ക്രിസ്തു മത്തായി 16:13 മുതൽക്കുള്ള ഭാഗങ്ങളിൽ ശിഷ്യന്മാരോട് ചോദിച്ചത്, ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? മത്തായി 16:16 അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നീ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അപ്പോൾ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുക. അതുപോലെ തന്നെ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിലും പറയുന്നുണ്ട്. ജോൺ 20:30 and 31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ പറയുന്നു, യേശു ചെയ്തതും പഠിപ്പിച്ചതും പറഞ്ഞതും ഒക്കെ വേറെ ഒത്തിരി ഉണ്ട്. പക്ഷെ കുറച്ചെണ്ണം നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ, ഏത് ജീവൻ? നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാണ്. അപ്പോൾ പത്രോസ് യേശുവിനെ പറ്റി പറഞ്ഞത്, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നമ്മൾ വിശ്വസിക്കേണ്ടത് യേശു ദൈവപുത്രനായ ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ. ഓക്കെ, മസായ അല്ലെങ്കിൽ മശിഹ എന്നുള്ളത് എബ്രായ നാമവും, ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്നത് ഗ്രീക്ക് നാമവുമാണ്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ, അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. അപ്പോൾ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നതോടുകൂടെ ദൈവം ഇസ്രായേലിനെയും തിരിച്ച് സ്വന്തം ജനമായിട്ട് സ്വീകരിക്കും. ഇപ്പോൾ ഇസ്രായേലിനെ കർത്താവ് അങ്ങോട്ട് മാറ്റിവെച്ചിരിക്കുക. എന്നാൽ ഇസ്രായേലിനെ കർത്താവ് ഇനിയും സ്വീകരിക്കും, സ്വന്തം ജനമായിട്ട് തന്നെ ഉൾക്കൊള്ളും. പണ്ടത്തേതുപോലെ തന്നെ അവരെ ദൈവം സ്വീകരിക്കും. പക്ഷെ എപ്പോൾ? മശിഹായെ അംഗീകരിക്കുമ്പോൾ. അവർ മശിഹായെ അംഗീകരിക്കുമ്പോൾ. അടുത്ത ചോദ്യം, അവർ എപ്പോഴാണ് യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നത്? യേശു മഹത്വത്തോടെ പ്രത്യക്ഷനായി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ. വെളിപ്പാട് 1:7 വാക്യം, റെവലേഷൻ 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ.
ആമേൻ. സ്തോത്രം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. സ്തോത്രം. എപ്പോഴാണ് അവർ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നത്? യേശു മഹത്വത്തോടെ തേജസ്സോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ. അതാണ് നാം 15ാമത്തെ സംഭവമായിട്ട് കണ്ടത്. സ്തോത്രം. എങ്ങനെയാണ് അവർ യേശുവിനെ തിരിച്ചറിയുന്നത്? യേശുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ. Praise God. These Jews once again will be scattered, but when Christ comes again in glory, he will collect them all once again for a final time. Why? Because when Jesus will appear in glory, they will recognize Jesus as the promised Messiah. And they will confess, they will repent of their sin. Their sin was the rejection of Messiah, and their repentance is the acceptance of the Messiah. Their sin was rejecting Jesus as their promised Christ, and their repentance will be their acceptance, their reception of Jesus of Nazareth, the crucified Christ, as the Messiah. And as a proof of Jesus' messiahship, Jesus is still having his 5 wounds in his body. While they will see his wounds, they will realize, they will recognize, they will acknowledge Jesus, whom their forefathers had crucified and pierced. He was the true Messiah. And they will fall down, they will kneel down and weep in repentance and beg for pardon for their sins and accept Jesus as the Messiah. And the very moment God will pardon them, forgive them, accept them as his own people as they were. Praise God. യേശുവിന്റെ മശിഹാത്വത്തെ അംഗീകരിക്കാതെ യേശു ക്രിസ്തുവിനെ റോമക്കാരുടെ കയ്യിൽ കൊടുത്ത് ക്രൂശിച്ചു കൊന്ന യഹൂദന്റെ പിന്മുറക്കാരായ ഈ ജനത യേശു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനെ കാണും. യേശുവിന് ഒരടയാളമുണ്ട്. തൻ്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ 2 കൈകളിലും. ആരും ചിന്തിക്കല്ലേ കൈപ്പത്തിയിലാണെന്ന് കേട്ടോ. നോട്ട് ഇൻ ആംസ് ബട്ട് ഓൺ റിസ്റ്റ്. ജീസസ് വാസ് ക്രൂസിഫൈഡ്. The nails pierced not his arms but his wrists. യേശു ക്രിസ്തുവിന്റെ കൈപ്പത്തിയിലല്ല ആണി അടിച്ചത്, പടത്തിലൊക്കെ കാണുന്നത് പോലെ. ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ യേശുവിനെ ദർശനം കണ്ടെന്നൊക്കെ. ഞാൻ ചിലപ്പോ ചോദിക്കും, നിങ്ങൾ എങ്ങനെ, എന്താ യേശുവിന്റെ ഷെയ്പ്പ് എന്തായിരുന്നു ഞാൻ ചോദിക്കാറുണ്ട്. നമ്മൾ പടത്തിലൊക്കെ കാണത്തില്ലേ, അതുപോലെ ഒരു നേരിയതുപോലെ തലയെ കൂടെ ഇട്ട്, പിന്നെ കൈയൊക്കെ ഒരു കൈ ഇങ്ങനെ ഉയർത്തി മറ്റേ കൈ നെഞ്ചിന്റെ അടുത്ത് ഇങ്ങനെ വെച്ച്, അപ്പം കൈയുടെ പത്തിയിൽ നിന്ന് ആ മുറിവിൽ നിന്ന് ചോര ഇങ്ങനെ വീഴുന്നു. അങ്ങനെ ഒരു യേശുവിനെ കണ്ടെങ്കിൽ അത് യേശു അല്ല കേട്ടോ. കൈവെള്ളയൊക്കെ മുറിച്ച തലയില് തുണിയൊക്കെ ഇട്ടൊരു യേശുവിനെ പടത്തിലേ കാണാൻ പറ്റുള്ളൂ. സ്തോത്രം. അതല്ല യേശുവിന്റെ ഷേപ്പ്, രൂപം അതല്ല. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു സാങ്കല്പികമായ രീതിയൊന്നും യേശുവിനെ പറ്റി വേണ്ട. സ്തോത്രം. അതൊരു ചിത്രകാരന്റെ ഭാവനയാണെന്നത് നമുക്കറിയാമല്ലോ. യേശുവിന്റെ ക്രൂശീകരണത്തിനും വർഷങ്ങൾക്ക് ശേഷം വരച്ചു വെച്ച ഒരു ചിത്രമെന്ന് മാത്രമേ ഉള്ളൂ. ആ ചിത്രങ്ങളിൽ തന്നെ പലതിലും വ്യത്യാസങ്ങളുണ്ട്.
പല ചിത്രങ്ങൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കയ്യിലെ ആണിപ്പാടുകൾ, കാലിലെ ആണിപ്പഴുതുകൾ, വിലാപ്പുറം കുത്തിത്തുളച്ച പാട്, ഇവയെല്ലാം ഇവർക്ക് കാണത്തക്കതുപോലെയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. അതായത് നിത്യത മുഴുവനും യേശുവിന്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന 5 പാടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്തോത്രം. എന്തിനാണ് ആ പാടുകൾ? അത് യേശുവിന്റെ മശിഹാത്വത്തിന് അടയാളമാണ് യഹൂദന് വേണ്ടി. അത് യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് നമുക്ക് വേണ്ടി. മനസ്സിലായോ? നിത്യതയുടെ കനമേറിയ തേജസ്സിന് പോലും യേശുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകളുടെ പാടുകളെ മായ്ക്കുവാൻ കഴിയുന്നില്ലെന്ന്. ഈവൻ the glory of eternity cannot hide these wounds of Jesus Christ from our sight, because those wounds are a proof of Jesus' messiahship for the Jews and proof of God's love for the church and the world. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പഞ്ചമുറിവുകൾ യഹൂദന് വേണ്ടി മശിഹാത്വത്തിന്റെ അടയാളമായിരിക്കുമ്പോൾ, ദൈവസഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും അത് ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. നിത്യത മുഴുവനും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സ്തോത്രം. ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കാൻ പോവാണോ നമ്മൾ അവിടെ? പ്രൈസ് ഗാഡ്. എന്താണ് ഈ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഇവിടുത്തേതുപോലെ നമ്മൾ പാട്ടുമൊക്കെ പാടി മുട്ടുകുത്തി ഇരുന്ന് ഇങ്ങനെ പ്രസംഗമൊന്നുമില്ലല്ലോ അവിടെ. അപ്പൊ ഈ പാട്ട് മാത്രം, പാട്ടും ഒക്കെയാണോ? ഇതാണോ വർഷിപ്പ് എന്ന് അവിടെ നാം ഉദ്ദേശിക്കുന്നത്? ആരാധന. എന്താണ് ആരാധന? വാട്ട് ഡു വി മീൻ ബൈ ദാറ്റ് ആരാധന? ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. പ്രൈസ് ഗാഡ്. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നാ തോന്നുന്നേ, യേശുവിൻ സ്നേഹത്താൽ ഉള്ളം പൊങ്ങുന്നേ എന്ന പാട്ടിന്റെ അവസാനത്തെ സ്റ്റാൻസ നമുക്കറിയാമല്ലോ. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. എന്താണ് ആ പാട്ട്? കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമൻ ഗാനമേ. ദൂതന്മാർക്ക് പോലും പാടാൻ കഴിയാത്ത ആ പാട്ട് നമ്മൾ പാടും. ഏത് പാട്ടാണ്? കാൽവറി മലമുകളിൽ നമുക്ക് വേണ്ടി കൈകാലുകൾ വിരിച്ച്, കൈകാലുകളും വിലാപ്പുറവും തുളച്ച് മരിച്ച ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ സ്നേഹഗാനം. പ്രൈസ് ദ ലോർഡ്. ആ സ്നേഹം നിത്യത മുഴുവനും നമ്മൾ ഇരുന്നാലും നമുക്ക് മനസ്സിലാക്കി തീർക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ മറവിയൊന്നുമില്ല, അശ്രദ്ധയും ഉണ്ടാകത്തില്ല. എന്നാലും മറവിയും അശ്രദ്ധയും ഒന്നും ഇല്ലാത്ത ആ നിത്യതയിൽ, സ്തോത്രം, നമുക്ക് എന്നാൽ കൂടെ ദൈവസ്നേഹത്തെ വരച്ച് തെളിവായി കാണിക്കുന്നതിന് വേണ്ടിയാണ് നിത്യത മുഴുവനും നമ്മുടെ കർത്താവ് ആ പാടുകൾ വഹിക്കുന്നത്. സ്തോത്രം. ആ പാടുകൾ വഹിക്കുന്നത് നാം അത് കാണും തോറും നമ്മുടെ ഉള്ളിൽ ആ സ്നേഹത്തിന്റെ ഓർമ്മകൾ പുതുതായി വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതിനുവേണ്ടിയാണ്, സ്തോത്രം, ആ പഞ്ചമുറിവുകൾ ഇന്നും കർത്താവിന്റെ ശരീരത്തിലുള്ളത്. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ തിരുവത്താഴ സമയത്തൊക്കെ, 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ എന്നൊക്കെ, പഞ്ചമുറിവേറ്റനാഥൻ തഞ്ചമേകിടും എന്നൊക്കെ.
സ്തോത്രം. അപ്പോൾ ആ ക്രിസ്തുവിനെ, ആ യേശുവിനെ ക്രിസ്തുവായി യഹൂദൻ അംഗീകരിക്കുന്നതോടുകൂടെ അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നു. കർത്താവ് അവരെ സ്വീകരിക്കുന്നു. അവർ ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിലായിരുന്നാലും ഈ യേശുവിനെ അവർക്ക് കാണുവാൻ സാധിക്കും. അവർ എവിടെയെല്ലാം മറഞ്ഞിരുന്നാലും യേശുവിന്റെ കാഴ്ച അവർക്ക് ദൃശ്യമായിരിക്കും, മറഞ്ഞിരിക്കില്ല. അപ്പോൾ അവർ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ് അവർ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കും. അയ്യോ, ഞങ്ങൾക്കും പിതാക്കന്മാർക്കും തെറ്റിപ്പോയി. അങ്ങായിരുന്നു മശിഹ, പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ തിരിച്ചറിഞ്ഞില്ല. സ്തോത്രം. അങ്ങയെ തിരിച്ചറിയാതെ അവർ അങ്ങയെ ക്രൂശിച്ചു കൊന്നു. ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിലവിളിക്കും. അവരുടെ ആ നിലവിളിയെ കർത്താവ് സ്വീകരിക്കും. അവരെ കർത്താവ് അംഗീകരിക്കും. എന്നിട്ട് ഈ ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ അവർ ചിതറിപ്പാർക്കുമോ അവരെ എല്ലാവരെയും എന്ത് ചെയ്യും? കർത്താവ് തിരികെ, സ്തോത്രം, തൻ്റെ സന്നിധിയിലേക്ക്, യെരൂശലേമിലേക്ക് തന്നെ കൂട്ടി വരുത്തുകയും കൂടെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 29 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യവും കാണുന്നുണ്ട്. സ്തോത്രം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. എന്നിട്ട് എന്ത് ചെയ്യും? 31-ാം വാക്യം. അവൻ തന്നെ ദൂതന്മാരെ കാഹള ധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. സ്തോത്രം. ഈ വാക്യത്തെ ആസ്പദമാക്കി ചോദ്യം ചോദിച്ച ചിലരും ഇക്കൂട്ടത്തിലുണ്ട്. അവർക്കും കൂടെയുള്ള മറുപടി ഇതിൽ നിന്നും ലഭിക്കും. ഞങ്ങളുടെ മറ്റൊരു ബൈബിൾ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്ത്. അതിൽ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചവരുണ്ട്. ഞങ്ങളുടെ ചോദ്യോത്തര വേളയിൽ ഉത്തരം കൊടുക്കാൻ അന്ന് സമയം ലഭിച്ചതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് വെച്ചിട്ടുണ്ട്. എങ്കിലും ചോദ്യം ചോദിച്ചവർ ഇവിടെ ഉണ്ട്, ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അവർക്ക് മറുപടി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഈ വാക്യങ്ങളെ ദൈവസഭയുടെ ഉൽപ്രാപണമായിട്ട് കരുതുന്ന ചിലരുണ്ട്. ഈ വാക്യങ്ങൾ സഭയുടെ ഉൽപ്രാപണത്തെ കുറിച്ചല്ല പറയുന്നത്. പ്രത്യേകിച്ച് 31-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഒരു കൊച്ചു ചോദ്യം. ദൈവസഭയെ കൂട്ടിച്ചേർക്കുന്നത് ആര്? ഉൽപ്രാപണത്തിൽ ദൈവസഭയെ കൂട്ടിച്ചേർക്കുന്നത് ആര്? യേശു. എങ്ങനെ? എങ്ങനെയാണ്? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, സ്വർഗത്തിലെ കാഹളത്തോടെ. ഓക്കെ, അത് എങ്ങനെയാ സംഭവിക്കുന്നത്? കർത്താവ് വരുമ്പോൾ ഈ 3 കാര്യങ്ങളുടെ അകമ്പടി ഉണ്ടാവും. എന്നാൽ ദൈവസഭയുടെ ഉൽപ്രാപണം നടക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളല്ല. അതായത് ഇത് പറഞ്ഞാൽ മതി, ദൂതന്മാരാണോ ദൈവസഭാംഗങ്ങളെ അല്ലെങ്കിൽ ദൈവസഭയിലെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്നത്? പരിശുദ്ധാത്മാവല്ലേ? സ്തോത്രം. ദൂതന്മാരല്ല. പിന്നെ പരിശുദ്ധാത്മാവ്. അതിനെ മറ്റൊരു റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ആസ്പദമാക്കിയിട്ട് പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ
അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവിനാൽ നിങ്ങളുടെയും മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പോൾ ഉൽപ്രാപണത്തിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നതും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നതും ദൂതന്മാരുടെ പ്രവൃത്തിയാലല്ല, പിന്നെ പരിശുദ്ധാത്മ പ്രവൃത്തിയാൽ. വീണ്ടെടുപ്പിനാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഫിലിപ്പിയർ 3:21 നമുക്കറിയാം, യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഭാഗങ്ങൾ, ഇനിയുണ്ട് ഭാഗങ്ങൾ, തൽക്കാലം ഇത്രയും മതിയല്ലോ. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ദൈവസഭയുടെ ഉൽപ്രാപണത്തിൽ ദൂതന്മാർക്കല്ല പങ്ക്, പിന്നെ യേശുക്രിസ്തുവിന്റെ ശക്തിക്കാണ്. അതായത് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മിലും നമ്മോട് കൂടെയും വസിക്കുന്നു. മറ്റൊരു സംഗതി കൂടെയുണ്ട് നമ്മുടെ ഉൽപ്രാപണത്തിന്. പരിശുദ്ധാത്മ ശക്തി പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റൊരു ശക്തി കൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണ്? സ്തോത്രം. മുമ്പേ ഷീല സിസ്റ്റർ പറഞ്ഞ വാക്യം 1 തെസ്സലോനിക്കർ 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ. എന്താണ് കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത്? കർത്താവ്, അവിടെ പറയുന്ന കർത്താവ് ആരാണ്? ക്രിസ്തു. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ. ഗംഭീരനാദം എന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ശബ്ദം. സ്തോത്രം. യോഹന്നാൻ 5:25 വായിച്ചാട്ടെ. ജോൺ 5:25. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എന്താണ് കർത്താവിന്റെ ഗംഭീരനാദം? കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനമാണ്. ദ സ്പോക്കൺ വേർഡ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ഗാഡ് ഓർ ക്രൈസ്റ്റ്. ദ ഓറൽ word of God that comes out of his mouth. കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനമാണത്. സ്തോത്രം. ദൈവത്തിന്റെ വചനമാണത്. അപ്പോൾ ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ? ദൈവത്തിന്റെ വചനവും യെസ്, the word and the spirit of God. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശക്തിയും. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീണ്ടും ജനനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാ? ദൈവവചനവും ഇത് തന്നെയാ, ഇത് രണ്ടുമാ. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അപ്പോൾ യോഹന്നാൻ 3-ൽ കർത്താവ് പറയുന്നത് ആത്മാവിനാൽ നാം വീണ്ടും ജനിക്കണമെന്ന. യാക്കോബിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ നാം വായിക്കുന്നത് നമ്മുടെ വീണ്ടും ജനനം കെടാത്ത ബീജമായ ദൈവവചനത്താൽ. അപ്പോൾ നമ്മുടെ വീണ്ടും ജനനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ദൈവവചനവും ദൈവ ആത്മാവ് അല്ലെങ്കിൽ ദൈവശക്തിയും. അതേ രണ്ട് മാധ്യമങ്ങളാണ് നമ്മുടെ ഉൽപ്രാപണത്തിനും ദൈവം ഉപയോഗിക്കുന്നത്. ദൈവശക്തി അഥവാ ദൈവാത്മാവിനെയും ദൈവവചനത്തെയും. എന്നാൽ ഇവിടെ മത്തായി 24:31 നമ്മൾ കാണുന്ന ഒരു കളക്ഷൻ,
വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ അറുതി വരെ, ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ കൂട്ടിച്ചേർക്കുന്നത് ഈ ദൈവവചനത്തിന്റെ ശക്തിയാലും ആത്മാവിന്റെ ശക്തിയാലുമാണോ? അല്ല. പിന്നെ ദൂതന്മാരാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത്. ദൂതന്മാരാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സഭയുടെ ഉൽപ്രാപണത്തെ സംബന്ധിച്ചല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 16-ാമത്തെ സംഭവമായ ഇസ്രായേലിന്റെ സാർവത്രികമായ കൂട്ടിച്ചേർക്കലിനെ കുറിച്ചാണ്. അതെപ്പോൾ സംഭവിക്കുമെന്നാണ് ഇവിടെയും നമ്മൾ വായിച്ചത്. മനുഷ്യപുത്രൻ തൻ്റെ മഹാശക്തിയോടുകൂടെ, സ്തോത്രം, ആകാശത്തിലെ മേഘങ്ങളിൽ തേജസ്സോടുകൂടെ വരുമ്പോഴാണ്. ഇത്രയും മനസ്സിലായോ കാര്യങ്ങൾ? യഹൂദൻ പിന്നെയും ചിതറിക്കപ്പെടും. എന്നാൽ യേശുക്രിസ്തു തേജസ്സിൽ വരുമ്പോൾ യേശു ദൈവപുത്രനായ മശിഹയാണെന്ന് അവർ അംഗീകരിച്ച് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടും. അപ്പോൾ ദൈവം, നമ്മുടെ കർത്താവ്, അവരെ എന്ത് ചെയ്യുന്നു? ചിതറിപ്പോയ നാനായിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് ചേർത്ത് ദൈവസന്നിധിയിലേക്ക് അവരെ മടക്കി വരുത്തുന്നു. ഇതാണ് നടക്കുവാൻ പോകുന്ന 16-ാമത്തെ സംഭവം. ഇത്രയും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. മനസ്സിലായോ? പ്രൈസ് ഗാഡ്. 17-ാമത്തെ സംഭവം അടുത്തത്. സ്തോത്രം. 17-ാമത്തെ സംഭവമാണ് ദ ബാറ്റിൽ ഓഫ് ആർമഗദോൻ. ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധം. മത്തായി 24:22 പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ കണ്ട മഹാപീഡന കാലത്തെ കുറിച്ചാണ്. ആ ഉപദ്രവകാലങ്ങൾ ചുരുങ്ങാതിരുന്നാൽ ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. യഹൂദനെ സംബന്ധിച്ചാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 17-ാമത്തെ സംഭവം ദ ബാറ്റിൽ ഓഫ് ആർമഗദോൻ. ഭാവിയിൽ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളുണ്ട്. എന്നാൽ 2 എണ്ണമാണ് വെളിപ്പാട് പുസ്തകം 19ഉം 20ഉം അധ്യായങ്ങളിൽ പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് അർമഗദോൻ യുദ്ധം. അർമഗദോന്റെ പേരും അതിൻ്റെ ഒരുക്കങ്ങളും നമ്മൾ കാണുന്നത് 16-ാം അധ്യായത്തിലാണ്. 16ന്റെ 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 16:16 റെവലേഷൻ, വെളിപ്പാട് പുസ്തകം. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദ്ദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അവിടെയാണ് ഹർമഗദ്ദോൻ എന്ന പേര് നമ്മൾ കാണുന്നത്. അതിന്റെ 12 മുതൽക്ക് 16 വരെയുള്ള വാക്യങ്ങളിൽ അർമഗദ്ദോൻ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് വളരെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒക്കെ ബലം പ്രാപിച്ചു വരുന്നത്. ചൈനയെ നോക്ക്, ഇന്ത്യയെ നോക്ക്, ഇതെല്ലാം വളരെ ശക്തി പ്രാപിച്ചും പുരോഗമനം പ്രാപിച്ചും വരുന്ന സമയങ്ങളാണ്. വേദപുസ്തക പ്രകാരം അങ്ങനെ തന്നെ വേണം താൻ. അതുകൊണ്ട് പാശ്ചാത്യ ശക്തികളോട് പടവെട്ടുന്ന അല്ലെങ്കിൽ കിടപിടിക്കുന്ന തരത്തിൽ ഈ പൗരസ്ത്യ ശക്തികൾ, ഇന്ത്യ, ചൈന തുടങ്ങിയുള്ള ഈ ഏഷ്യൻ കൺട്രീസ് തന്നെ വളരെ ശക്തി പ്രാപിക്കും. എന്തിനാണ്? നാം അവിടെ കാണുന്നു 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന്. സ്തോത്രം. കിഴക്ക് നിന്ന്
ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് ഒക്കെ വരുന്ന രാജാക്കന്മാർക്ക് എവിടേക്ക് പോകണം? ഈ യുദ്ധം നടക്കുന്ന ഇസ്രായേൽ ദേശത്തേക്ക് പോകണം. അതിന് വഴിയൊരുക്കേണ്ടതിന് യൂഫ്രട്ടീസ് നദി പോലും വറ്റിച്ചു കളയുന്നു, അല്ലെങ്കിൽ വറ്റിപ്പോകുന്നു. സ്തോത്രം. അന്ന് ഭൂതലത്തിലുള്ള ഈ രാജാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തിനെതിരായിട്ട് സഖ്യത ഉണ്ടാക്കുകയാണ്. ഈ അർമഗദ്ദോൻ യുദ്ധം നമ്മൾ കണ്ടു. അർമഗദ്ദോൻ എന്ന പേരുള്ള സ്ഥലത്ത് വെച്ച് നടക്കുന്നത് കൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ആ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ആന്റി ക്രൈസ്റ്റ്. Armageddon battle will be between Jesus Christ and Antichrist. യേശുക്രിസ്തുവും വിശുദ്ധന്മാരും ഒരു ഭാഗത്ത്. യേശുക്രിസ്തുവും വിശുദ്ധന്മാരും എന്ന് പറഞ്ഞാൽ നമ്മളാരും യേശുവിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ തോക്കും അമ്പും വില്ലും ഒന്നും എടുത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. കർത്താവിന് അങ്ങനെ യുദ്ധത്തിനൊരു സൈന്യത്തിന്റെ ആവശ്യമില്ല. മറുഭാഗത്ത്, on the other side, Antichrist and all the kings of this world. അന്ന് ഉണ്ടായിരിക്കുന്ന അനേകം ജാതീയ രാജാക്കന്മാർ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് യേശുക്രിസ്തുവിനെതിരായിട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. എപ്പോൾ നടക്കും ഈ യുദ്ധം? എപ്പോൾ നടക്കും ഈ യുദ്ധം? യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷം. നമ്മൾ 15-ാമതായിട്ട് കണ്ട യേശുക്രിസ്തുവിന്റെ തേജസ്സിലെ വെളിപ്പാടിന് ശേഷം. ആഫ്റ്റർ ജീസസ് manifestation in the glory, in glory. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ്സിലെ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഈ യുദ്ധം നടക്കും. നമ്മൾ കണ്ടു, ക്രിസ്തു തേജസ്സോടെ വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരുന്നു. ഒലിവുമലയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരികയാണ്. കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒലിവുമല രണ്ടായിട്ട് പിളരുന്നു. അതെല്ലാം നാം സഖരിയ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ഒലിവുമല രണ്ടായിട്ട് പിരിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആ താഴ്വരയിൽ ആ വലിയ യുദ്ധം നടക്കുകയാണ്. ആ വലിയ യുദ്ധം നടക്കും. അപ്പോൾ ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ യഹൂദന്മാരെ മുഴുവനും തൻ്റെ അടുക്കലേക്ക് ചേർക്കുമ്പോൾ എതിർ ക്രിസ്തുവിന് സഹിക്കാൻ വയ്യാത്ത പ്രയാസം ഉണ്ടാകുന്നത്. അവന്റെ സൈന്യവുമായിട്ട് യുദ്ധത്തിന് വരുന്നു. അതാണ് നാം 19-ാം അധ്യായം, വെളിപ്പാട് 19-ാം അധ്യായം 17 മുതൽ 21 വരെ കാണുന്നത്. അതും കൂടെ വായിച്ചോളൂ. അപ്പൊ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകളും യുദ്ധത്തിൽ പങ്കാളികളാകുന്ന ആൾക്കാരെ കുറിച്ചും യുദ്ധം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെ നമ്മൾ വായിക്കുമ്പോൾ യുദ്ധം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് 19-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. When Revelation 16:12 to 16 describe about this, the place of this battle and the participants of this battle really take place in chapter 19 of Revelation, verses from 17 to 21. Soon after Jesus' appearance in his glory along with his saints. ആ ഭാഗങ്ങൾ വായിച്ചോളൂ 17 തൊട്ട് 21 വരെ. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ
മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്ന് കൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇതാണ് അർമഗദ്ദോൻ യുദ്ധം. യേശുക്രിസ്തു വിശുദ്ധന്മാരുമായിട്ട് തേജസ്സിൽ ഭൂമിയിലേക്ക് വരുന്നു. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും കൂടെ ഒരു വലിയ സൈന്യത്തെ, മനുഷ്യരാണ് കേട്ടോ, മനുഷ്യരായ ഒരു വലിയ സൈന്യത്തെ യേശുക്രിസ്തുവിനെതിരായിട്ട് വിളിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തുടങ്ങിയെന്ന് വെച്ചു, അപ്പോൾ തന്നെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പിടിച്ച് ബന്ധിച്ച് നരകത്തിലേക്ക് തള്ളുന്നു. അതിനുശേഷം ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പോയാൽ പിന്നെ എന്തുണ്ട്? ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രവിശ്യ ചെറുത്ത് നിൽക്കുന്നു, വൈസ് പ്രസിഡന്റിന്റെ കെയർ ഓഫിലാണ്. ഇവിടെ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും പിടിക്കപ്പെടുന്നു. കർത്താവ് അവരെ ജീവനോടെ പിടിച്ച് നരകത്തിലേക്ക് തള്ളുകയാണ്. പിന്നെ ശേഷിക്കുന്നതെല്ലാം സാധാരണ മനുഷ്യരാണ്. കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഇരുവായ്ത്തല വാൾ കൊണ്ട് അവരെ കൊല്ലുന്നു. എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തു വായിൽ വാൾ വല്ലതും കടിച്ചു പിടിച്ചിരിക്കുകയാണോ ഈ മജീഷ്യൻസ് ഒക്കെ ചെയ്യുന്ന പോലെ? അല്ല. പിന്നെന്താ ഈ ഇരുവായ്ത്തല വാളിന്റെ അർത്ഥം? കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. വായിൽ നിന്നും പുറപ്പെടുന്ന വചനം. സ്തോത്രം. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ലാസ്റ്റ് വീക്ക് ഓൺ എർത്ത്, കർത്താവിന്റെ അന്തിമ ആഴ്ച, വഴിയിൽ പോകുന്ന വഴിയിൽ കർത്താവ് അത്തിവൃക്ഷം കണ്ടതും ഫലം തിരഞ്ഞതും കാണാഞ്ഞപ്പോൾ ഇനി ആരും നിന്നിൽ നിന്ന് ഫലം കഴിക്കാതിരിക്കട്ടെന്ന് പറഞ്ഞതും ക്ഷണത്തിൽ അത് വേരോടെ ഉണങ്ങിപ്പോയതുമൊക്കെ നമുക്കറിയാം. അത് ഒരു ചെറിയ ഉദാഹരണമെന്നേ ഉള്ളൂ ഇതിന്. ഇനിയും ആരും നിന്നിൽ നിന്നും ഫലം കഴിക്കാതിരിക്കട്ടെന്ന് പറഞ്ഞ മാത്രയിൽ അത്തി വേരോടുണങ്ങി. കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി അത്രയ്ക്കാണ്. അതുപോലെ അർമഗദ്ദോൻ യുദ്ധത്തിലും കർത്താവ് തന്റെ വായിലെ വചനത്താൽ എന്ത് ചെയ്യും? സ്തോത്രം. തന്റെ വായിലെ വചനത്താൽ എന്താ ചെയ്യുന്നത്? ഈ സൈന്യത്തെ മുഴുവനും സംഹരിക്കും. ഈ വചനത്താൽ സംഹരിക്കും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കർത്താവ് സംഹരിക്കുന്നത് കൈകൊണ്ട് പിടിച്ചു കെട്ടിയാണോ? ഈ റെസ്ലേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെ അങ്ങോട്ട് ചെന്ന് പിടിച്ചു കെട്ടി ഭയങ്കര യുദ്ധമൊക്കെ ഉണ്ടാക്കിയിട്ടാണോ? വെളിപ്പാട് 19 വാക്യം വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണെന്ന് തോന്നിപ്പോവല്ലേ? അങ്ങനെയല്ല. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ച 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം, അതിന്റെ 8-ാമത്തെ വാക്യം, 2 Thessalonians 2:8. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. വായിച്ചു. അവനെ വായിച്ചു. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. കണ്ടോ? എതിർ ക്രിസ്തുവിനോടും യേശുവിന് റെസ്ല് ചെയ്യേണ്ടി വരുമോ? യേശുവിന് എതിർ ക്രിസ്തുവിനോട് ഗുസ്തിയിടേണ്ടി വരുമോ?
പിടികൂടേണ്ടി വരുമോ? പിടിച്ചു കെട്ടി എന്നൊക്കെ നമ്മൾ വെളിപ്പാടിൽ വായിച്ചപ്പോൾ അങ്ങോട്ട് ചെന്നു ബലപ്രയോഗം മൂലം പിടിച്ചു കെട്ടി എന്നൊക്കെ ഒരു ചിന്ത, ഒരു സങ്കല്പം മനസ്സിൽ വരാം. അങ്ങനെയല്ല. കർത്താവിന് ഒന്നും ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? തൻ്റെ വായിലെ ശ്വാസത്താൽ അധർമ്മമൂർത്തിയെ ഒടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ടിടത്തും നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഈ അർമഗദ്ദോനിൽ ജയിക്കുന്നത് എങ്ങനെയാണ്? കമോൺ പ്ലീസ്, എങ്ങനെയാ ജയിക്കുന്നത്? വചനത്താൽ, വായിലെ വചനത്താൽ. കർത്താവ് പറഞ്ഞാൽ മതി. സ്തോത്രം. സത്യം പറഞ്ഞാൽ പറയേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. പിന്നെന്ത് ചെയ്താൽ മതി? ആഗ്രഹിച്ചാൽ മതി. വായിലെ ശ്വാസത്താൽ എന്ന് പറയുമ്പോൾ ആരും ചിന്തിക്കരുത് പ്ലീസ്. ഇന്ന് ഒത്തിരി ഈ ടെലിപ്രീച്ചേഴ്സ് ഒക്കെ ഉള്ളതുപോലെ യേശു നടന്ന് ശ്വാസം മുഴുവനും എടുത്ത് ഊത് കാണുന്നു, ഇവരുടെ മേൽ ഊതി. അങ്ങനൊക്കെ വ്യാഖ്യാനിക്കുന്ന പുള്ളികളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തു പറഞ്ഞത്. ക്രിസ്തുവിന്റെ വായിലെ ശ്വാസത്താൽ, തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോലും ഇതുങ്ങൾക്ക് കഴിയത്തില്ലെന്നേ. സ്തോത്രം. മനസ്സിലായോ? കർത്താവിന്റെ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും ഇവർക്ക് കഴിയില്ല. അതാണ് തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ എന്ന് പറയുന്നത്. Praise God. The very glory of Jesus' appearance will strike these people. That is very much enough, more than enough. യേശുവിന്റെ പ്രത്യക്ഷതയുടെ ആ തേജസ് മാത്രം മതി, ആ പ്രഭാവം മാത്രം മതി ഈ ജഡവാസികളായ എതിർ ക്രിസ്തു ഉൾപ്പെടെ ഉള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ അർമഗദ്ദോൻ യുദ്ധം എവിടെ വെച്ചാണെന്നും ആരൊക്കെ തമ്മിലാണെന്നും യുദ്ധത്തിൽ ജയിക്കുന്നത് ആരാണെന്നും ജയിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടു. സ്തോത്രം. എന്തിനാണ് ഈ യുദ്ധം? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ബാറ്റിൽ? To establish theocracy or to establish Christocracy. Okay? ഇപ്പൊ നമുക്ക് ഡെമോക്രസിയാ അല്ലെ? ഈ ഡെമോക്രസി ഒക്കെ അങ്ങ് മാറും. പിന്നെ എതിർ ക്രിസ്തുവിന്റെ സമയത്ത് ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും, ഒരുത്തന്റെ ഏകാധിപത്യമായിരിക്കും, സ്വേച്ഛാധിപത്യമായിരിക്കും. എന്നാൽ ഈ ഡെമോക്രസിയെയും ഡിക്റ്റേറ്റർഷിപ്പിനെയും മൊണാർക്കിയെയും എല്ലാം മാറ്റിയിട്ട് കർത്താവ് ഈ ഭൂമിയിൽ എന്ത് സ്ഥാപിക്കും? ദൈവഭരണം. അതിന്റെ പേരാണ് ദൈവരാജ്യം. സ്തോത്രം. ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ, നിന്റെ രാജ്യം വരയണമേ. സ്തോത്രം. ദൈവരാജ്യ സ്ഥാപനം. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് തിയോക്രസി അഥവാ ദൈവാധിപത്യം. ദൈവാധിപത്യം. കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്രിസ്തു ഭരിക്കുന്ന ഭരണം. യെസ്, ക്രിസ്റ്റോക്രസി. ക്രിസ്റ്റോക്രസി. ക്രിസ്തു ഭരിക്കും. അങ്ങനെ മനുഷ്യന്റെ ഭരണകൂടങ്ങളെ മുഴുവനും മാറ്റിയിട്ട് ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്, സ്തോത്രം, ഈ അർമഗദ്ദോൻ യുദ്ധം എന്ന് പറയുന്നത്. സ്തോത്രം. അതോടുകൂടെ മാനുഷ്യ ഭരണകൂടങ്ങൾ ലോകത്തിൽ അവസാനിക്കുകയായി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദാനിയേൽ പ്രവാചകനിൽ നിന്നും വായിച്ച ഒരു വാക്യം കൂടെ
ഇപ്പോൾ വായിക്കുന്നത് ചിലപ്പോൾ അല്പവും കൂടെ കാര്യം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ദാനിയേൽ പ്രവചനം 2-ാമത്തെ അധ്യായം. സ്തോത്രം. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം നമുക്കറിയാം. അതിന്റെ 34-ാമത്തെ വാക്യം, 34:34. തിരുമനസ്സുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. അടുത്ത വാക്യം കൂടെ. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. ഈ സ്വപ്നം നമുക്കറിയാം. അവിടെ നമ്മൾ എടുക്കുന്നത് കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. ഈ ബിംബത്തിന് 4 ഭാഗങ്ങൾ: തലയും നെഞ്ചും കൈകളും അരയും വയറും കാലും കാൽപാദവും. 4 ഭാഗങ്ങൾ അന്ന് നമ്മൾ പഠിച്ചു. നെബൂഖദ്നേസറിന്റെ അല്ലെങ്കിൽ ദാനിയേലിന്റെ കാലം മുതൽക്ക് ലോകത്തിൽ ഉണ്ടാകുവാനുള്ള 4 സാമ്രാജ്യങ്ങളാണിത്. ബാബിലോണും മേദ്യ പേർഷ്യയും ഗ്രീസും റോമും. റോമിന്റെ ഏറ്റവും അവസാന പാദങ്ങളിലാണ് എതിർ ക്രിസ്തു വരുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? കൈ തൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല് ഈ ബിംബത്തെ അടിച്ച് തകർത്ത് ഇല്ലായ്മ ചെയ്യുന്നു. എന്നിട്ട് ആ കല്ല് ഭൂമിയിലെല്ലാം വളർന്ന് ഏറ്റവും വലുതാകുന്നു. അതിന്റെ അർത്ഥം നമ്മൾ കാണുന്നത് എന്താണ്? 44ഉം 45ഉം വാക്യങ്ങൾ കൂടെ വായിക്കാം. അതിന്റെ അർത്ഥം നമുക്ക് അവിടെയാണ് കാണുന്നത്. 44 and 45. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. കണ്ടോ? ഒന്ന് നിൽക്കണേ. മറ്റ് 4 സാമ്രാജ്യങ്ങൾ ബാബിലോൺ പോയപ്പോൾ അത് പേർഷ്യ മേദ്യക്കാർക്ക് കൊടുത്തു. അവര് പോയപ്പോൾ അവരുടെ കയ്യിൽ നിന്നും എടുത്ത് അവരെക്കാളിലും താണ ഗ്രീസുകാർക്ക് കൊടുത്തു. അവര് പോയപ്പോൾ റോമക്കാർക്ക് കൊടുത്തു. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. നമ്മൾ എബ്രായരിൽ വായിച്ചതുപോലെ ഇളകാത്ത രാജ്യം. സ്തോത്രം. ഒരു നാളും നീങ്ങിപ്പോകാത്ത രാജ്യത്വം. എന്നിട്ട് പറയുന്നത് കേട്ടോ, ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. മറ്റ് രാജ്യങ്ങൾ തോറ്റപ്പോൾ അടുത്ത രാജ്യങ്ങൾ അവയെ പിടിച്ചടക്കിയതുപോലെ ദൈവം സ്ഥാപിക്കുന്ന ഈ രാജ്യം വേറെ ആർക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. പിന്നെ അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. 45. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്നു. ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളതും രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. സ്തോത്രം. കൈ തൊടാതെ പറഞ്ഞു വന്ന ഈ കല്ല് ആരാ? യേശു ക്രിസ്തു. മത്തായി 16:18 ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എഫേസ് ലേഖനം 2:20, 21, 22 വാക്യങ്ങൾ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. മനസ്സിലാവുന്നുണ്ടല്ലോ? സമയം ലാഭിക്കാനാണ് ഞാൻ വായിക്കാതെ പറഞ്ഞു മാത്രം വിടുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങൾ മനുഷ്യർ തള്ളിയതെങ്കിലും, 1 Peter 2 verses 4 following,
അവിടെ കാണുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ മാന്യവും ശ്രേഷ്ഠവുമായ ഒരു കല്ല്. യഹൂദ മതത്തിന്റെ മേധാവികൾ സ്തോത്രം എന്ത് ചെയ്തു? യേശു എന്ന കല്ലിനെ പീലാത്തോസ് എന്ന ന്യായാധിപന്റെ മുമ്പിൽ വെച്ച് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. 3.5 വർഷത്തോളം അവർ യേശുവിനെ വളരെ അടുത്ത് നോക്കി. എന്നിട്ട് മതത്തിന്റെ കെട്ടുപണിക്കാര് പറഞ്ഞു, ഓ, ഈ കല്ല് പണിയാൻ കൊള്ളത്തില്ല, കളഞ്ഞേക്ക. അങ്ങനെ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം എന്ത് ചെയ്തു? മൂലക്കല്ലാക്കി തീർത്തു. ഇവിടെ എല്ലാം നാം കാണുന്നത് ക്രിസ്തു ആരാണ്? പാറയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10:3 അവിടെയും നാം കാണുന്നു, ഇസ്രായേൽ ജനം പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചു. ആ പാറ ആരായിരുന്നു? അവരെ അനുഗമിച്ച ആ പാറ ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ യുഗങ്ങളുടെ പാറ എന്ന് വിളിക്കുന്നത്, റോക്ക് ഓഫ് ഏജസ്. Jesus is called the rock of ages. First Peter 2 verses from 4 following, Ephesians chapter 2 verse 20 to 22, Matthew chapter 16 verse 18, 1 Corinthians 10 verse 3. In all these references we see Jesus as the rock, Jesus as the rock of ages, Jesus as the chief cornerstone. ആ പാറയാണ് കൈതൊടാതെ പറഞ്ഞു വന്ന് ലോക സാമ്രാജ്യങ്ങളെ അടിച്ചു പൊടിയാക്കി ഇല്ലായ്മ ചെയ്തിട്ട് ഈ ലോകത്തിൽ സ്തോത്രം തന്റെ രാജ്യം സ്ഥാപിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ബാറ്റിൽ ഓഫ് ആർമഗദോൺ, ടു എസ്റ്റാബ്ലിഷ് God's kingdom on earth, to make an end of all human governments. No more humans will rule over the world. God will establish his kingdom. Theocracy or the Christocracy will be established. അതാണ് യേശു ക്രിസ്തുവിന്റെ ആ സ്തോത്രം പാറ പോലെയുള്ള മാറ്റിക്കൂടാത്ത, വേറെ ആർക്കും കൈമാറ്റം ചെയ്യപ്പെടാത്ത, സ്തോത്രം പരിമിതികളില്ലാത്ത ദൈവരാജ്യം. അതിന്റെ സ്ഥാപനമാണ് സ്തോത്രം ഈ അർമഗദ്ദോൻ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അത് സംഭവിക്കും. സ്തോത്രം. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. 18ാമത്തെ കാര്യം, 18th one, 18. ഇനാഗുറേഷൻ ഓഫ് ഹെൽ. 18th. അത് പറഞ്ഞപ്പോൾ ചിലർക്ക് ഒരു ചെറിയ സംശയം അല്ലേ? ഇനാഗുറേഷൻ ഓഫ് ഹെൽ, നരകത്തിന്റെ ഉദ്ഘാടനമാണ് 18ാമത്തെ സംഭവം. സ്തോത്രം. അപ്പൊ ഇതുവരെ ഉദ്ഘാടനം നടന്നില്ലേ എന്നായിരിക്കും. ഇല്ല, നടന്നിട്ടില്ല. പണി തീർന്നില്ലേ? തീർന്നു. പണിയൊക്കെ പണ്ടേ തീർന്ന് കിടക്കുക. ഇതുവരെ ആരെയും നരകത്തിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ആരും നരകത്തിൽ പോയിട്ടില്ല. God has not yet sent anyone to the hell. Its inauguration is still waiting. ഞാൻ ചോദിക്കട്ടെ, who would be the inaugural prey to the hell? ഈ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ആദ്യത്തെ ഇരകൾ ആരൊക്കെയായിരിക്കും? എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും. Yes, right, absolutely. നമ്മളിപ്പം വായിച്ച ഭാഗമാണ്. It will not be the Satan,
But okay. നമ്മളിപ്പോൾ അർമഗദ്ദോൻ യുദ്ധത്തെ കുറിച്ച് 19-ാം അധ്യായത്തിന്റെ 17 തൊട്ടുള്ള വാക്യങ്ങളിൽ വായിച്ചപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ക്രിസ്തു, യേശു ക്രിസ്തു കള്ളപ്രവാചകനെയും കള്ള ക്രിസ്തുവിനെയും അല്ലെങ്കിൽ മൃഗത്തെയും, മൃഗം എന്ന് പറഞ്ഞാൽ കള്ളക്രിസ്തു, എതിർ ക്രിസ്തു, അപ്പോൾ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് നരകത്തിലേക്കിടുന്നു. ഇതാണ്, ഇവർ രണ്ടുപേരുമാണ് നരകത്തിലെ ആദ്യത്തെ ഇരകൾ, ഉദ്ഘാടക ഇരകൾ എന്ന് നമുക്ക് അവരെ വിളിക്കാം. The false Christ and the false prophet, these duo, they will be the inaugural prey to the hell. നരകത്തിലേക്ക് ആദ്യം തള്ളപ്പെടുന്നവർ ഇവർ രണ്ടുപേരുമായിരിക്കും. അപ്പോഴും സാത്താനെ അവിടേക്ക് ഇടുന്നില്ല കേട്ടോ. സാത്താനെ അവിടേക്ക് ഇടാൻ ഇനിയുമുണ്ട് 1000 വർഷം. സ്തോത്രം. 19-ന്റെ 20-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. 19:20 ഒരിക്കൽ കൂടെ വായിച്ചോളൂ. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഗന്ധകം കത്തുന്ന ഈ നരകം അവിടേക്ക് വേറെ ആരെയും ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം പറയാമോ നരകത്തിലേക്ക് ഇതുവരെ ആരെയും വിട്ടിട്ടില്ല എന്ന് പറയാൻ? അന്ത്യന്യായവിധി കഴിഞ്ഞില്ല. യെസ്, ഇതുവരെ ആരുടെയും ന്യായവിധി നടന്നിട്ടില്ല. ഒറ്റ ന്യായവിധി ഇതുവരെ നടന്നിട്ടുള്ളൂ. അതെന്താണെന്ന് പറയാമോ? ഒറ്റ ഒരു ന്യായവിധിയെ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഒരു ന്യായവിധി നടന്നു കഴിഞ്ഞു. ഭൂമിയെ വെള്ളം കൊണ്ട് അല്ല 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 എന്തോ കേക്കട്ടെ. മൃഗത്തെയും കള്ളപ്രവാചകനെയും നരകത്തിൽ തള്ളി. അത് ഭാവി നടക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ 2021 ഓഗസ്റ്റ് മാസം 24 അല്ലെ 25 25-ാം തീയതിയിലെ കണക്കനുസരിച്ചാണ് ഒരു ന്യായവിധി നടന്നു കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞത്. ന്യായവിധി പലതും കഴിഞ്ഞു, ചോട്ടാ മോട്ട കൊച്ചു കൊച്ചു ന്യായവിധികളൊക്കെ താൽക്കാലികമായ നിലകളിൽ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒന്നാണ് ജലപ്രളയം ഉൾപ്പെടെയുള്ള ന്യായവിധി. അങ്ങനെയുള്ള ന്യായവിധിയാണ്, അതെല്ലാം നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ ചോട്ടാമോട്ട എന്ന് വിളിച്ചങ്ങ് വിടാം. നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ. Yes, very right. You are absolutely right. The one judgment that took place, that already done, is the judgment of sin. പാപത്തിന്റെ ന്യായവിധി അഥവാ ശിക്ഷാവിധിയാണ് ഇതുവരെ നടന്നിട്ടുള്ള ന്യായവിധി. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ദൈവം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ, സ്തോത്രം, പാപത്തിന് ശിക്ഷ വിധിച്ചു. പാപത്തിന്റെ ശിക്ഷാവിധി എന്ന ഒരു ന്യായവിധി മാത്രമേ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന അർത്ഥത്തിൽ നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ന്യായവിധിയും നടക്കാൻ ബാക്കിയിരിക്കുന്നതേയുള്ളൂ. സ്തോത്രം, ബാക്കിയിരിക്കുന്നതേയുള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു ന്യായവിധികളൊക്കെ നടന്നിട്ടുണ്ട്. അന്തിമവിധി ഇതുവരെ നടന്നിട്ടില്ല. അതായത് ദൂതന്മാരെ പോലും ദൈവം വിധിച്ചെങ്കിലും ന്യായവിധിക്കു വേണ്ടി അവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അവരെ തള്ളിക്കളഞ്ഞു, വെട്ടിയിട്ടു, ഡീമോട്ട് ചെയ്തു ഒക്കെ സംഭവിച്ചെങ്കിലും
അവരുടെ പോലും ന്യായവിധി ഇതുവരെയും നടന്നിട്ടില്ലെന്നാണ് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ന്യായമായിട്ട് ഉണ്ടായ ചോദ്യം ഒന്നിലധികം പേര് ഉന്നയിച്ചിട്ടുണ്ട്. ധനവാനും ലാസറിന്റെയും സംഭവത്തിൽ ആ ധനവാൻ എവിടെയാ പോയതെന്ന് അവിടെ നമ്മൾ വായിക്കുന്നത് ദ പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ, യാതനാസ്ഥലം. ഇപ്പോഴും മരിക്കുന്ന ദുഷ്ടന്മാരുടെ ആത്മാക്കൾ, രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കൾ പോകുന്നത് നരകത്തിലേക്കല്ല, അവരും പോകുന്നത് ഈ യാതനാ സ്ഥലത്തേക്ക് തന്നെയാണ്. ന്യായവിധിക്ക് ശേഷം ശരീരത്തോടു കൂടെ മാത്രമേ ആത്മാക്കളെയും പ്രാണങ്ങളെയും നരകത്തിലേക്ക് വിടുകയുള്ളൂ. ഇത്രയും ക്ലിയറായി കാണുമായിരിക്കുമല്ലോ. സ്തോത്രം. അപ്പോൾ നരകത്തിന്റെ ഉദ്ഘാടനമാണ് 18ാമത്തെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും നരകത്തിന് ഉദ്ഘാടനം സംഭവിച്ചിട്ടില്ല. ന്യായവിധി കഴിഞ്ഞിട്ടേ സംഭവിക്കൂ. ഇതുവരെ ആരെയും കർത്താവ് ന്യായം വിധിച്ചിട്ടില്ല. ഇതിനു മുമ്പ് എന്താ ന്യായം വിധിക്കാഞ്ഞത്? അതും കൂടെ പറയാമോ? പറഞ്ഞാൽ നമുക്ക് നിർത്താം, സമയം നമ്മുടേതായി. ഇതിനു മുമ്പ് എന്താ അങ്ങനെ ആരെയും ദൂതന്മാരുൾപ്പെടെ, വീണുപോയ ദൂതന്മാരുൾപ്പെടെ ഉള്ളവരെ എന്തുകൊണ്ടാണ് ന്യായം വിധിക്കാതിരുന്നത്? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഒറ്റത്തവണത്തേക്ക് ഡെസ്റ്റിൻ ചെയ്തിരിക്കുന്നതാ, എല്ലാം കൂടെ ഒരുമിച്ച് നടത്താൻ. അല്ല, ന്യായം വിധിക്കാനുള്ള അധികാരം പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്നു. അരമാർക്ക് തരാം. അല്പം കൂടെ മുമ്പോട്ട് വരണം. ന്യായാധിപൻ ആയിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? പുത്രനെയാണ്, യേശുവിനെയാണ്. യേശു ന്യായാധിപനായിട്ട് ശരിയായും അതിനുള്ള യോഗ്യത കൈവരിച്ചത് എപ്പോൾ മാത്രമാണ്? റിഡംഷൻ അല്ല, നമ്മുടെ ഉൽപ്രാപണത്തിന് ശേഷം. നോ. After crucifixion. Yeah. Crucifixion. Resurrection. Yes, after the resurrection. അപ്പോസ്തല പ്രവൃത്തികൾ 17ന്റെ 31ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തു, കാരണം എന്താ? ക്രിസ്തു, അതിന്റെ അർത്ഥം അതിനു മുമ്പ് യേശുവിന് യോഗ്യതയില്ലായിരുന്നല്ല, മനുഷ്യൻ കുറ്റം പറയാൻ ഇടയില്ലാത്തതുപോലെ പഴുതടച്ചുള്ള ന്യായാധിപത്യത്തിന് ക്രിസ്തു യോഗ്യനായത് തൻ്റെ മരണ അടക്ക ഉയർപ്പുകളിലൂടെയാണ്. കാരണം 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപനാണ്. ജീവിച്ചിരിക്കുന്നവരെ മാത്രം വിധിച്ചാൽ മതിയായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ ഉയർക്കണമെന്നില്ലായിരുന്നു. എന്നാൽ മരിച്ചവരെയും കൂടെ അവന് ന്യായം വിധിക്കണമെങ്കിൽ, മരിച്ചവരെയും കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ന്യായാധിപ സഭയ്ക്ക് മുമ്പിൽ നിർത്തണമെങ്കിൽ യേശുവിന് ഉയർക്കുക കൂടെ വേണമായിരുന്നു. അത് ദൈവത്തിന്റെ ഒരു നിയമമെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ദൈവം ന്യായവിധിക്ക് ഒരു ദിവസം നിയമിച്ചിരിക്കുന്നു, ന്യായാധിപനെ നിയമിച്ചിരിക്കുന്നു. ആരാ ന്യായാധിപൻ? അതിന്റെ 31ാമത്തെ വാക്യത്തിലുണ്ടല്ലോ. 31ാം വാക്യം എന്ന് വായിച്ചോളൂ. Acts 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിന്റെ ഉറപ്പ് നൽകി. യേശു യോഗ്യനായി തീരുക എന്നതിനേക്കാൾ
യേശു ന്യായാധിപനാണെന്നും ന്യായാധിപത്യത്തിന് അവൻ അധികാരമുണ്ടെന്നും സകല സൃഷ്ടികൾക്കും പ്രകടമാക്കുവാനാണ് യേശു ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള ദൈവന്യായം. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് ആരുടെയും ന്യായവിധി ഈ നിലയിൽ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് നരകത്തിലേക്ക് വിടുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ അത് നടക്കാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ആരെയും തന്നെ നരകത്തിലേക്ക് ഇതുവരെ വിട്ടിട്ടില്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 2 പത്രോസിലും യൂദായുടെ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത് വീണുപോയ ദൂതന്മാരെ പോലും എന്ത് ചെയ്തിരിക്കുന്നുവെന്നാണ്? ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നെന്നാണ്. 2 പത്രോസ് 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട്, അവിടെ മലയാളത്തിൽ നരകത്തിൽ എന്നാണ്, ടാർട്ടറസ് എന്നൊരു പദം, യാതനാസ്ഥലം എന്ന അർത്ഥമാണ്. അത് നമുക്ക് ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടുന്നെങ്കിൽ അന്ന് ഞാൻ വിശദമാക്കാം. ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അതുപോലെ യൂദായുടെ ലേഖനത്തിലും നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നാം അവിടെ കാണുന്നത് 6-ാമത്തെ വാക്യത്തിലാണ്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ യാതനാസ്ഥലം എന്ന് പറഞ്ഞാലും സുഖമുള്ളടൊന്നുമല്ല. പറയുന്നത് പോലെ യാതനയാണ് അവിടെ. ഒരു മിനി ഹെൽ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നോട്ട് പെർമനന്റ്. ദാറ്റ്സ് ഓൾ. ഈ നരകത്തിലെ യാതന എവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ബോട്ടംലെസ് പിറ്റ് ഈസ് അനദർ വൺ. ദാറ്റ്സ് ഫോർ ദ സൈറ്റൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് നരകത്തിലിട്ടുകൊണ്ട് നരകത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. യാതനാസ്ഥലത്ത് യാതനകളാണ്, സുഖകരമായ അനുഭവങ്ങളല്ല. പക്ഷേ നരകത്തിലെ അത്രയും പ്രശ്നമില്ല എന്ന് മാത്രം. സോ സെയിം ടോർമെന്റ് ഫോർ ഓൾ വിക്കറ്റ് നൗ. യെസ്, ഇപ്പോൾ മരിക്കുന്ന സകല പാപികൾക്കും ഒരേ സ്റ്റാൻഡേർഡിലെ പ്രയാസങ്ങളാണുള്ളത്. ന്യായവിധിക്ക് ശേഷം ഓരോരുത്തന്റെ പാപത്തിനനുസരിച്ചുള്ള ഡിഗ്രി ഓഫ് ടോർമെന്റേഷൻ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മരിക്കുന്ന സകല പാപികൾക്കും ഒരേ യാതനാസ്ഥലം. അവിടെ കാത്തു കെട്ടിക്കിടക്കുന്നു ന്യായവിധിക്ക് വേണ്ടി. ദേ ആർ ഓൺ റിമാൻഡ്. ന്യായവിധി പിന്നീട് വരുന്നതേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ കർത്താവ് നമുക്ക് അതിൽ നിന്നും നൽകിയ വിടുതലിനായിട്ട് സ്തോത്രം. പൗലോസ് പറയുന്നു, ആകയാൽ സ്തോത്രം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഭക്തന്മാർ പാടിയതുപോലെ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. അതെ, സ്തോത്രം. ദൈവക്രോധത്തിനും പാപത്തിനും നരകത്തിനും യോഗ്യരായിരുന്ന നമ്മെ കർത്താവ് ക്രിസ്തുയേശുവിലൂടെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ പൗരന്മാരാക്കി സ്വർഗീയ അവകാശത്തിന് ഓഹരിക്കാരാക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ജീവിതം കഴിക്കുവാൻ നമുക്ക് വീണ്ടും കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നു കൊണ്ട് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി മുൻപോട്ട് പോകുവാനും ഇനിയും നമുക്ക് ഭൂമിയിൽ കാണുവാൻ അവസരം ലഭിക്കുന്നെങ്കിൽ അന്നുവരെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെടാനും, അല്ലാത്തപക്ഷം നാം ഒരുമിച്ച് തേജസ്സോടെ നമ്മുടെ തേജസ്സിന്റെ കർത്താവിനോടൊപ്പം കാണപ്പെടുവാനും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.